പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്ത്യൻ കല്യാണങ്ങൾക്കൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നല്ല എരിവും പുളിയൊക്കെയുള്ള നല്ലൊരു മീൻകറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതൊന്ന് കണ്ടാലോ? അതിനു വേണ്ടി ഒരു മൺചട്ടി വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പില ഇത്രയും കൂടി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അളവുകളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വെളുത്തുള്ളിയൊക്കെ മീൻകറിയിൽ നന്നായിട്ട് ഇടുന്നത് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, എൻ്റെ വീഡിയോ കാണുന്നവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം ഒരുപാട് നന്ദി. തുടർന്നും വീഡിയോകൾ കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ വീഡിയോ കാണുന്നവർ ഒരു 2 വാക്ക് എനിക്ക് വേണ്ടി ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കണേ. അപ്പോൾ അതവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായി ഇളക്കിയെടുക്കണം. ആ മല്ലിപ്പൊടി എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതിന് ശേഷം മാത്രമാണ് മുളക് പൊടി ചേർക്കേണ്ടത്, അതല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് മൂത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മല്ലിപ്പൊടിക്ക് കുറച്ചുകൂടെ ഒന്ന് നമുക്കൊന്ന് ഇട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം മുളക് പൊടി ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1 കിലോ ചൂരയുടെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള മീനിൻ്റെ അളവിനനുസരിച്ച് ഈ ഒരു മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം നമുക്കൊന്ന് കൂട്ടി കൊടുക്കണം. അപ്പം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഈ മല്ലിപ്പൊടി എപ്പോഴും കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. മുളക് പൊടി കൂടുതലും മല്ലിപ്പൊടി കുറച്ചും ചേർക്കുന്നതാണ് ഒരു മീൻ കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പം ഈ മല്ലിപ്പൊടിയുടെ മുളക് പൊടിയുടെ എല്ലാം ഒരു പച്ച മണം മാറുന്ന വരെ നമുക്ക് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ആ അരപ്പിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു മീൻ കഷ്ണങ്ങൾക്കും എത്രത്തോളം ചാറ് വേണമെന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ വെള്ളം ചേർത്ത് ഇനി ഇതിലേക്ക് ഉപ്പും പുളിയും ഇട്ട് കൊടുക്കണം. ഇതിപ്പം 2 കുടംപുളിയാണ്, 2 കഷ്ണം കുടംപുളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. കുടംപുളി നേരത്തെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ടാൽ അത്രയും നല്ലത്. ഇനി ഇതോടൊപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഉപ്പും പുളിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായി തിളച്ച് വരാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റോളം ഇതൊന്ന് തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുന്നത്. കുറച്ച് നേരം ആയപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടാം. ഞാനിവിടെ 1 കിലോ ചൂരമീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചൂരമീൻ നന്നായി ക്ലീൻ ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാടിട്ട് നമ്മുടെ ഈ സ്പൂണിട്ട് ഇളക്കി കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഈ ചാറ് കോരി നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളുടെ പുറത്തേക്കൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി. തവിയിട്ട് ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിൻ്റെത്തേക്കിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് ഒന്നും കൂടി ഒന്ന് വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. മീനിൻ്റെ കഷ്ണങ്ങളിട്ട് ഇനി അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കണം. നന്നായി കറിയൊന്ന് വറ്റി വരണം. വറ്റി ആ എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് കറിയൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ആ കറിയുടെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശകലം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ സ്പൂൺ വെച്ച് അധികം അങ്ങ് ഇളക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തതേ ഉള്ളൂ. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യണം. അപ്പോൾ കറി വറ്റി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കതിർപ്പ് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. എപ്പോഴും ഈ മീൻകറി നമ്മൾ അധികം തീ ഇടാതെ ചെറിയ സിമ്മിലിട്ട് തന്നെ വറ്റിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ക്രിസ്ത്യൻ കല്യാണങ്ങൾക്കൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള മീൻകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം.